2023 ജൂൺ 24 കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാനിവിടെ വരാനുള്ള മെയിൻ കാര്യം എനിക്ക് എൻ്റെ IELTS സ്കോറ് എത്ര തവണ അത് അറ്റൻഡ് ചെയ്തിട്ടും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ചേച്ചിയാണ് പറഞ്ഞത്, നീ ഇതുപോലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്ക്, അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മാതാവ് അതിനൊരു വഴി തെളിയിച്ച് തരുമെന്ന്. ഞാൻ ഇവിടെ വന്ന് ജൂൺ 24 ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ജൂലൈ 6 ഡേറ്റ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ കയറി കാണാൻ പറ്റുമെന്ന്. ഞാൻ അന്ന് പോയി എക്സാം ജൂലൈ 6 ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ 4, 5, 6 ആയിട്ടാണ് എൻ്റെ എക്സാം നടന്നത്. ആ 2 ദിവസവും ഭയങ്കര മഴയായിരുന്നു. ഞാൻ 11:30 റൈറ്റിംഗ് ഹാളിൽ കയറേണ്ട ഞാൻ ചെല്ലുന്നത് 12 മണിക്കാണ്. അതും നനഞ്ഞ് കുളിച്ചാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും ഫുൾ AC കൂടി ആയതുകൊണ്ട് എനിക്ക് തണുത്ത് വിറച്ചാണ് ഞാൻ എക്സാം എഴുതുന്നത്. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചാണ് എൻ്റെ റീഡിംഗ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എല്ലാ തവണ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആ എക്സാം എഴുതിയാലും എനിക്കത് 0.5 വെച്ച് കുറയും. അപ്പോൾ കാശുരൂപം മുറുകെ പിടിച്ച് തൈലം ടേബിളിൽ പുരട്ടിയാണ് ഞാൻ ആ വട്ട എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പം എക്സാം കഴിഞ്ഞ് 13 മുതൽ 15 ദിവസത്തിനകം റിസൾട്ട് വരും. അപ്പം രാവിലെയാണ് റിസൾട്ട് വരുന്നത്. എല്ലാ വട്ടവും ഞാൻ രാവിലെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കും എൻ്റെ പേരൻസ്. കാരണം അവർക്കും ടെൻഷനാണ്, ഈ വട്ടം കിട്ടിയോ എന്താവും. പക്ഷെ അവരെന്നോട് ചോദിക്കില്ല, ഞാൻ എന്താണ് എൻ്റെ മുഖത്ത് നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസവും രാവിലെ 5 മണിക്ക് എൻ്റെ റിസൾട്ട് വന്നു. നോക്കിയപ്പം എല്ലാ തവണയും പോലെ എനിക്ക് അന്നും എൻ്റെ റീഡിങ്ങിൻ്റെ മൊഡ്യൂൾ 5.5 ആയിട്ട് തന്നെ കുറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ അതോടെ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു, ഇത്തവണ നിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഈ വട്ടം നിനക്ക് നിൻ്റെ IELTS സ്കോർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ഇനി എക്സാം എഴുതണ്ട, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നിൻ്റെ IELTS എന്നൊരാഗ്രഹം നീ നിർത്തിക്കോണം. കാരണം ഞാൻ 2021 +2 പാസ് ഔട്ടായ വ്യക്തിയാണ്. ഫുൾ മാർക്കോടുകൂടിയാണ് ഞാൻ +2 പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം 2021 തൊട്ട് 22 വരെ ഞാൻ മെഡിക്കൽ എൻട്രൻസ് ആയിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തതാണ്. അതുകൊണ്ടാണ് വീട്ടുകാർ ഇത്രയും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ IELTS എൻ്റെ കൂടെ ഒപ്പം നിന്നത്. പക്ഷേ ഇത് പാസ്സാവാൻ സാധിക്കാത്തതിനാൽ അവരെന്നോട് നാട്ടിൽ തന്നെ ഇനി അഡ്മിഷന് കയറണം, ഇനി വെറുതെ വർഷങ്ങൾ കളയണ്ട. പിന്നെ അതുപോലെ തന്നെ എനിക്ക് റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എപ്പോഴും ഇനി ഇങ്ങനെ തന്നെ ഇരിക്കുവാണോ, ഇനി നിനക്കൊരു ഫ്യൂച്ചർ ഇല്ലേ, എപ്പോഴും നീ ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്ന എന്തിനാന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു, ശരിയാ, ഇനി എനിക്കിത് പറ്റുന്ന കാര്യമല്ല, ഇത് ഉപേക്ഷിക്കാം, ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ ഇതുപോലൊരു പരസ്യം കണ്ടു. എൻ്റെ സ്കോർ വെച്ച് തന്നെ നമുക്ക് കാനഡയിൽ കയറി പോകാൻ പറ്റുന്ന ഒരു ഇത്. അപ്പം ഞാൻ ആ ഏജൻസിയുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ ലിസ്റ്റിലുള്ള കോളേജുകൾ എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഏജൻസിയോട് സംസാരിച്ച് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നവ്യ, അതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അങ്ങ് 2019 ഇങ്ങനൊരു മൊഡ്യൂൾ വെച്ച് ഒരാൾ കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു ഫയൽ മൂവ് ചെയ്തിട്ടില്ല. അത് അത്ര റിസ്ക് ഉള്ള കാര്യമാണ്. നവ്യയ്ക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നവ്യയുടെ ഫയൽ എടുക്കാം, അത് നവ്യയുടെ ഉറപ്പോടുകൂടി മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, മാം എന്തായാലും എടുക്കുക, ഞാൻ നാട്ടിലും എന്തോ ആയാലും എന്തെങ്കിലും കോഴ്സ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അവരെനിക്കൊരു ഡിസഗ്രിമെൻറ്റ് മെയിൽ അയച്ചു തന്നു. ഞാനത് വീട്ടുകാരെ കാണിച്ച് കൺഫേം കൊടുത്തു. 2 ഓപ്ഷനായിരുന്നു അവർ പറഞ്ഞിരുന്നു. ഒന്ന് ഡിസഗ്രിമെൻറ്റിനകത്ത് പറയുന്നത് എൻ്റെ IELTS സ്കോറും, 2 എൻ്റെ ഇയർ ഗ്യാപ്പും ആയിരുന്നു പറയുന്നത്. അപ്പം 2 കോളേജിനും അഡ്മിഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് 2 കോളേജിലും, ഒരു കോളേജിൽ ഒരു ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാമും, ഒരു കോളേജിൽ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഒരു പെർമിറ്റ് ഉള്ള പ്രോഗ്രാമും ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. എൻ്റെ ഒരു കോളേജിൽ നിന്നുള്ള മെയിലായിരുന്നു. ആ ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാം റിജക്റ്റ് ആയിപ്പോയി. ഇയർ ഗ്യാപ്പ് IELTS ഓക്കെയാണ്, പക്ഷേ ഇയർ ഗ്യാപ്പ് വെച്ച് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ മറ്റേതും പോസിബിളായിട്ടുള്ള വഴിയല്ല. കാരണം ഈ ചെറിയൊരു കോഴ്സ് റിജക്റ്റ് ആകുമ്പോൾ എന്തായാലും ആ കോളേജുകാർ എന്നെ അക്സെപ്റ്റ് ചെയ്യിക്കത്തില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പം IELTS പഠിച്ചെടുത്ത് ആ കോളേജിൽ പഠിക്കുന്ന ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടു അതുവഴി. എന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എത്ര ദിവസം എടുക്കും നിങ്ങളുടെ കോളേജിൽ ഓഫർ ലെറ്റർ കിട്ടാനെന്ന്. കാരണം ആ സമയത്ത് ഞാൻ നാട്ടിൽ
നേഴ്സിങ്ങിന് അഡ്മിഷൻ കൊടുത്തു. എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പം അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഇതിനൊരു അപ്രൂവൽ കിട്ടിയാൽ ഇതായിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് 3 മാസം എടുത്തു അതിൻ്റെ ഒരു അപ്രൂവൽ വരാൻ. നിനക്കിത് കിട്ടിയെങ്കിൽ നീ എന്തെങ്കിലും അത് നോക്കിക്കോ, ചിലപ്പോൾ നിനക്ക് കിട്ടാനൊരു വഴിയില്ല. കാരണം ഞങ്ങൾ തന്നെ 7 ബാൻഡോടുകൂടിയാണ് വെച്ചത്. എന്നിട്ട് തന്നെ ഞങ്ങൾക്കൊരു അപ്രൂവൽ വരാൻ 3 മന്ത്സ് കറക്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ നീ ജാനിൻ്റെക്കാണ് നോക്കുന്നതെങ്കിൽ നിനക്കിനി ലോൺ നോക്കണം. അപ്പം നിനക്ക് അതിനൊക്കെ സമയം വേണം. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടുകാർ പറയുന്ന കേൾക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ നാട്ടിലെ നേഴ്സിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ ഞങ്ങൾ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ നിനക്ക് ഇതിനകത്തൊരു ഉറപ്പ് വരുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാം, നീ ഇതോട് തന്നെ മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ 7ാമത്തെ ദിവസം എനിക്ക് കോളേജിൽ നിന്ന് ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കാൻ എണീറ്റപ്പോൾ എനിക്കെൻ്റെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ മെയിൽ വന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്കെൻ്റെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് തന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അനിയൻ്റെ പ്രോപ്പർട്ടി വെച്ചായിരുന്നു എഡ്യൂക്കേഷൻ ലോണിന് കൊടുത്തത്. ഞങ്ങൾ കുറേ ബാങ്കിൽ തിരക്കിയെങ്കിലും കാനറ ബാങ്ക് മാത്രമായിരുന്നു വില്ലിംഗ് ആയിട്ടുള്ളത് ബ്ലഡ് റിലേഷൻ അല്ലാത്തൊരു പ്രോപ്പർട്ടി വെച്ച് ലോൺ തരാൻ. അപ്പോൾ കാനറ ബാങ്കിൽ അതിനുശേഷം ഓഫർ ലെറ്റർ കൊണ്ട് ലോണിന് വേണ്ടി കൊടുക്കാൻ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, +2 കഴിഞ്ഞ ഡിപ്ലോമ പ്രോഗ്രാമിന് അവർ ലോൺ തരത്തില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കിക്കോളാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ SBI സമീപിച്ചു. ആദ്യം ഞങ്ങൾ SBI ബാങ്കിലായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഈ ബ്ലഡ് റിലേഷൻ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവർ ലോൺ തരത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, നവ്യ ഇഷ്യൂ ഒന്നുമില്ല, മാമനും കൂടി ഒപ്പിടണം എന്നേ ഉള്ളൂ, നമുക്കിത് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് സാർ ഞങ്ങളുടെ ലോൺ പേപ്പറെല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഇതായിരുന്നു വിസയ്ക്ക് വെക്കുന്ന കാര്യം. കാരണം വിസയിൽ അപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും വിസ അപ്രൂവ് ആവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് എനിക്ക് 2 വീക്സിനകം എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് 1 lakh സീറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അടയ്ക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. എന്നിട്ട് കൊച്ചച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം, കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പില്ല എൻ്റെ ഇത് വെച്ച് എനിക്ക് വിസ അപ്രൂവ് ആക്കി കിട്ടുമോയെന്ന്. അപ്പോൾ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഉടമ്പടി ഞാൻ ഫസ്റ്റ് എടുത്ത ആ ഒരു സമയം കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിക്കുക, എന്നിട്ട് നിൻ്റെ ഉടമ്പടി പുതുക്കുക, നീ മാതാവിനോട് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് കാനഡയിൽ പുതിയ റൂള് വരുന്നു. ഓഗസ്റ്റ് 10 കഴിഞ്ഞ് വിസയ്ക്ക് വെക്കുന്നവർക്ക് ഓവറോൾ 6 മതി, ഇൻഡിവിജ്വൽ സ്കോർ ഒരു വിഷയമല്ലെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമായി, ഇനിയിപ്പോൾ എൻ്റെ വിസയിലും പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ലോണിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പം ലോൺ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് മാനേജർ ഡയറക്റ്റായിട്ട് വേറെ ആരും ഉൾപ്പെടുത്താതെ കറക്റ്റായിട്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് തന്നെ നടത്തി തന്നു. അപ്പോൾ എനിക്ക് അവിടെ വന്നൊരു ഇഷ്യൂ ആണ് സിബിൽ ഡിസ്പ്യൂട്ട്. എന്ന് വെച്ചാൽ എൻ്റെ മാമൻ പണ്ടൊരു ബിസിനസ് ലോൺ എടുത്തിരുന്നു. പക്ഷേ അത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ക്ലോസ് ചെയ്തത്. എങ്കിലും അതിനകത്ത് ക്ലോസ് ചെയ്തില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പക്ഷേ അത് ലോഗിൻ ഐഡിയും ഞങ്ങൾക്ക് ആ നമ്പരും ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഞങ്ങളത് പല രീതിയിലും അസസ് ചെയ്യാൻ നോക്കിയെങ്കിലും ഞങ്ങൾക്കത് സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ ബാങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഈ സിബിൽ എന്നൊരു SBI ബാങ്കിനെ സംബന്ധിച്ച് ഈ സിബിൽ അവർക്ക് വലിയൊരു ഇഷ്യൂ ആണ്. സിബിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോഴും എനിക്ക് ഒക്ടോബർ 10 എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് 4 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഡെഡ് ലൈൻ വരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്കിത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഓപ്ഷനായിട്ട്, ലോൺ മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നവ്യ ഞാനൊരു ഏജൻസിയുടെ നമ്പർ തരാം, നവ്യ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്ക്, അവർ സിബിലിനെ കുറേ സഹായിക്കുന്നവരാണ്, അപ്പോൾ അവർക്ക് നവ്യയെ സഹായിക്കാൻ പറ്റുമായിരിക്കുമെന്ന്. അപ്പം ഞാൻ ആ ഏജൻസി വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ചെയ്ത് തരാം, പക്ഷെ 1 മാസം എടുക്കും ആ നമ്പർ ചേഞ്ച് ചെയ്ത് നവ്യയുടെ നമ്പർ ആഡ് ചെയ്യാനെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിൽ വന്നു, ഇവിടുന്ന് പത്രം മേടിച്ചു, കൊല്ലത്ത് കൊണ്ടുചെന്ന് എല്ലായിടത്തും കൊണ്ടുപോയി പത്രം കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നെ സിബിൽ കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ നമ്പർ ഏത് നമ്പറാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ എൻ്റെ പുതിയ നമ്പർ കൊടുത്തു. ഒരു 15 മിനിറ്റിനകം എൻ്റെ സിബിലിൽ വന്ന ആ കേസ് അവരെനിക്ക് സോൾവ് ചെയ്ത് തന്നു. എന്നിട്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫയല് ബാങ്കിൽ നിന്ന് പ്രോസസ്സിങ് തുടങ്ങി എനിക്ക് അപ്രൂവ് ആക്കി തന്നു.
അതിനുശേഷം ഡിസംബർ 2-ാം തീയതി ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു. ഡിസംബർ 6-ാം തീയതി ആയിരുന്നു എനിക്ക് എൻ്റെ ബയോമെട്രിക്സ്. അപ്പം ഡിസംബർ 7-ാം തീയതി മുതൽ പിന്നെ അവിടെ പുതിയൊരു റൂള് വന്നു. ഈ ജനുവരി 1 മുതൽ അവിടെ വിസയ്ക്ക് വെക്കുന്നവർക്ക് 6 ലക്ഷം മറ്റ് GIC 12 ലക്ഷം രൂപ കാണിക്കണം എന്ന്. അപ്പം അതിനുള്ളിൽ എനിക്ക് എൻ്റെ വിസയുടെ ഡിസിഷൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ റിജക്റ്റ് ആയി പോയാലും, ഇയർ ഗ്യാപ്പ് വെച്ച് വിസ റിജക്റ്റ് ആയി പോയാലും ഞാൻ ഇനി 12 ലക്ഷം രൂപ രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കേണ്ടി വരും എന്ന് എന്നോട് ഏജൻസി പറഞ്ഞു. അപ്പോഴും പിന്നെ ഞാൻ ജാനിൻ്റെക്കാണ്, എനിക്ക് ജനുവരി 8-ാം തീയതിയാണ് കോളേജിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏജൻസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നവ്യ ഒരു കാര്യം ചെയ്യും, ഇനി പോസിബിളായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി എൻ്റെ പ്രോഗ്രാം ഈ വരുന്ന സെപ്റ്റംബറിലേ ഉള്ളൂ, സെപ്റ്റംബറിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഡെഫർ ചെയ്യും, അതാവുമ്പം ഇഷ്യൂ വരുന്നില്ല, അവർ അപ്രൂവ് ചെയ്തോളും, വലിയ കുഴപ്പമില്ലായിരിക്കും എന്നോട് പറഞ്ഞു. അപ്പം പിന്നെ എൻ്റെ ഇത്രയും വർഷം പോകുന്നു ഇനിയും, കാരണം ഞാൻ ഇത്രയും നാളുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് പേരൻസിന് ഒരു ബുദ്ധിമുട്ടാണ്, പുറത്തോട്ടും എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാം എനിക്കിത് അത്ര അത്യാവശ്യമാണ്, എനിക്ക് കോളേജിനൊരു റിക്വസ്റ്റഡ് മെയിൽ അയക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നവ്യ ഇപ്പം നവ്യ ഒരു റിക്വസ്റ്റ് മെയിൽ അയക്കണമെങ്കിൽ നവ്യക്ക് നവ്യയുടെ വിസ അപ്രൂവ് ചെയ്തൊരു ലെറ്റർ വേണം, ആ ലെറ്റർ കൊണ്ട് മാത്രമേ നവ്യക്ക് അവരോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റൂ, ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും എന്ന് എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ ഡിസംബർ 22-ാം തീയതി ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് അന്നും ഞാൻ അച്ഛനെ കാണാൻ നോക്കി, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല, അന്ന് അച്ഛനില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടേ, ഇനി എന്തോ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഈ നറുക്കിട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഡിസംബർ 29 ഡേറ്റ് വീണു. അപ്പോൾ ഡിസംബർ 21-ാം തീയതി രാത്രി വരെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴൊന്നും വിസയുടെ ഓരോ അപ്രൂവലും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ രാത്രി ഒരു 11:30 ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ എനിക്ക് അവിടുത്തെ 2:30 ആകുമ്പോൾ എൻ്റെ ഫയൽ അമ്മ മാതാവ് തന്നെ എടുത്ത് എനിക്ക് അപ്രൂവ് ആക്കി തരണേ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി 3 ഇയർ ഗ്യാപ്പ് വരും, അതുപോലെ തന്നെ എൻ്റെ മൊഡ്യൂള് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണേ, എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇനി എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞു. അപ്പം രാത്രി ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്നു, എൻ്റെ GICക്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്ക്, പുതിയൊരു മെസ്സേജ് അതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ ആയിരുന്നു. ഡിസംബർ 29-ാം തീയതി എൻ്റെ വിസ അപ്രൂവായി കിട്ടി. അതിനുശേഷം പാസ്പോർട്ട് സബ്മിഷനാണ് അടുത്ത കാര്യം. അപ്പം ജനുവരി 8-ാം തീയതിയാണ് എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ജനുവരി 6-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. പക്ഷേ അതൊരിക്കലും എനിക്ക് പോസിബിൾ അല്ലെന്ന് എനിക്ക് മനസ്സിലായി, കാരണം സ്റ്റാമ്പ് ചെയ്ത് വരണമെങ്കിൽ 14 ദിവസം എടുക്കും. എങ്കിലും ജനുവരി 2-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു. അവിടെ ഡയറക്റ്റ് VFSC കൊണ്ട് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കോളേജുകാർക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചു, ഇതുപോലെ എനിക്ക് ലേറ്റ് അറൈവലേ പോസിബിൾ ഉള്ളൂ, കാരണം എന്ന് വെച്ചാൽ എൻ്റെ വിസ 29-ാം തീയതിയാണ് അപ്രൂവ് ആയത്, ഞാൻ 13-ാം തീയതിയോ 14-ാം തീയതിയോ ക്ലാസ്സിന് ജോയിൻ ചെയ്തോളാന്ന്. അപ്പോൾ അവരെനിക്ക് രാത്രി ഇതുപോലെ തിരിച്ച് മെയിൽ അയച്ചു, കുഴപ്പമില്ല നവ്യ, ജനുവരി 19-നുള്ളിൽ നവ്യ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ മതിയെന്ന്. ഈ ചൊവ്വാഴ്ച, അതായത് ജനുവരി 16-ന് ഞാൻ കാനഡയിൽ പോവുകയാണ്. എൻ്റെ ഒരു 2 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചത്. 6 മാസമായിട്ടാണ് ഇപ്പോൾ കൃപാസനത്തിലുള്ള കൃത്യമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ പത്രം എന്ന് വെച്ചാൽ എനിക്ക് പത്രത്തിൽ അത്ര വിശ്വാസമാണ്. കാരണം എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളിലും എനിക്ക് ആദ്യം ഒന്ന് ഉയർച്ചയാണെങ്കിൽ പിന്നെ ഭയങ്കര താഴ്ചയായിരിക്കും. അപ്പോഴെല്ലാം ഞാൻ ഓടി കൃപാസനത്തിൽ വരും. അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അമ്മ പറയും, നീ ഒന്നും കൂടി മാതാവിനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിനക്ക് പോകണമെന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ വന്ന് പത്രം മേടിച്ച് ഒരു 10 പേർക്ക് കൊടുത്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ, എന്നാലേ എനിക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനെങ്കിലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് പത്രത്തിൽ ഞാൻ അത്ര വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി, ട്രെയിനിൽ പോയ വഴി, ട്രെയിനിലോട്ട് കയറുന്ന വഴി ഇവിടുന്ന് ഒരു ട്രോളി വണ്ടിക്കകത്ത് ലഗേജ് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പം ട്രെയിനിലോട്ട് കയറേണ്ട റഷിൽ ഞങ്ങളെല്ലാവരും നിന്ന വഴിയിൽ അവരെൻ്റെ കാലിലൂടെയാണ് വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയത്. അപ്പം അതിൻ്റെ അടിയിലായിപ്പോയി എൻ്റെ കാല്. അപ്പം എൻ്റെ കാലിൻ്റെ 2 സൈഡിലും ഭയങ്കര നീരും ഞരമ്പ് തെള്ളിയിരിക്കുമായിരുന്നു. അപ്പം ട്രെയിനിനകത്ത് കയറിയപ്പോൾ തന്നെ ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എന്തെങ്കിലും പ്രശ്നമാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങളിൽ 4ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മാമൻ്റെയും മാമിയുടെയും കാര്യം. അവരുടെ കല്യാണം കഴിഞ്ഞ് 6 വർഷമായെങ്കിലും
അവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് കൂടാതെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എൻ്റെ മാമി പ്രഗ്നൻ്റ് ആണ്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു.